നല്ല ടേസ്റ്റുള്ള ചനാ മസാല തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് വെള്ളക്കടല മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും കുതിർത്തത് ഒരു കുക്കറിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് ഒരു മീഡിയം സവാളയുടെ പകുതി വലിയ കഷ്ണങ്ങളാക്കിയത്, ഒരു പച്ചമുളക്, ഒരു വലിയ തക്കാളി, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കുക്കറിൽ വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല സ്റ്റീം വന്നതിന് ശേഷം ഫ്ലെയിം ഏറ്റവും കുറച്ച് ഒരു 10 to 15 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി ഒരു ചെറിയ ബൗളിൽ ഒരു 1/4 കപ്പ് വെള്ളം എടുക്കാം. അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇതൊക്കെ കലക്കി അവിടെ മാറ്റി വയ്ക്കാം. ഇനി മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ വയ്ക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഓയിൽ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ നല്ല ജീരകം ഒന്ന് മൂപ്പിച്ചെടുക്കാം. നല്ല ജീരകം മൂത്ത് കഴിയുമ്പോൾ ഇതിലേക്ക് മീഡിയം സവാളയുടെ പകുതി കൊത്തിയിരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായി ഒന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് ആ പച്ചമുളകൊന്ന് മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ച മസാല വെള്ളം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇത് ഇളക്കിക്കൊണ്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല വെള്ളമൊക്കെ വറ്റി നല്ല മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് കടല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് കുറച്ച് ലൂസായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ച് കടല, ഈ വെന്ത കടലയിൽ നിന്ന് കുറച്ച് കടല എടുത്ത് ഒന്ന് ഉടച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുത്താൽ ഗ്രേവി കുറച്ച് തിക്കായിട്ട് കിട്ടും. ഇനി ഈ കറി നല്ലൊരു ടേസ്റ്റ് കൂടുതൽ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് പുളിവെള്ളം അല്ലെങ്കിൽ ആംചൂർ പൗഡർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഞാൻ നല്ല ലൂസായിട്ടുള്ള പുളിവെള്ളമാണ്, അതുകൊണ്ട് ഒരു 3/4 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പുളിവെള്ളമാണെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ധാരാളം മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കസൂരി മേത്തി, പിന്നെ കുറച്ച് മല്ലിയിലയും വെതറി നമുക്ക് വാങ്ങാം. അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ.